നിങ്ങൾ നാളെയിൽ ഒരു പുത്തൻ മാസത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. നാളെ ധനു 1 ആകുന്നു. 1201 ധനുമാസം 1-ാം തീയതി. നാളെ കാലത്ത് 4:15 പുലർച്ചെയാണ് ധനു രവി സംക്രമം. ഇവിടെ സൂര്യൻ ഈ ഒരു മാസക്കാലം പ്രായണ ബലവാനായി നിൽക്കുന്നു. വൃശ്ചികം രാശിയേക്കാളും സജ്ജനങ്ങൾ പൂജിക്കുന്ന കർമ്മനിരതനാകുന്ന ഒരു സൂര്യനെയാണ് ധനുമാസത്തിൽ നാം കാണുക. ധനുമാസത്തിലെ തിരുവാതിര ബഹുവിശേഷമാണ്. തിരുവാതിര വ്രതമെടുത്ത് സ്ത്രീകൾ ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിക്കുന്നു. പഴയകാലത്ത് നമ്പൂതിരി തറവാടുകളിലും മറ്റുമായിരുന്നു വളരെയധികം പ്രാധാന്യം. ഇന്ന് എല്ലാവരും ധനുമാസത്തിലെ തിരുവാതിര എടുത്ത് സംഘമായി തിരുവാതിര ആടി വരുന്നത് കാണുന്നുണ്ട്. നാളെ 2025 ഡിസംബർ മാസം 16-ാം തീയതി ചൊവ്വാഴ്ചയാകുന്നു. നാളെ ചൊവ്വാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:39, അസ്തമയം വൈകിട്ട് 6:02. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ 4:30 മണി വരെയുള്ള സമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല, നിങ്ങൾക്കറിയാം. നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാകുന്നു, ചോതി നക്ഷത്രമാകുന്നു. ഏതായാലും തുടക്കം, ധനുമാസിൻ്റെ തുടക്കം വളരെ അനുകൂലമാണ്. കറുത്തപക്ഷത്തിലെ ദ്വാദശിയാണ്. ചന്ദ്രൻ ദുർബലമാണ്. എങ്കിലും ചോതി ചൊവ്വാഴ്ച പല കാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിർബന്ധമായും നാളെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകണം. അവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് സുബ്രഹ്മണ്യ പൂജ, ഷഷ്ഠി പൂജ, കടുംപായസം, രക്തപുഷ്പങ്ങളെ കൊണ്ടുള്ള അർച്ചന, രക്തപുഷ്പാഞ്ജലി ചെയ്യണം. നാഗക്ഷേത്രത്തിൽ നിർബന്ധമായും നാളത്തെ ദിനം ആയില്യപൂജ, സർപ്പബലി ചെയ്യുക. ഓം ഭജദ്ഭുവേ നമഃ എന്ന് സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥന. അപ്രകാരം തന്നെ രാഹുവിനി ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. ഇതൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ, ഓറ പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമാണെന്ന് അറിയുക. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ ചൊവ്വാഴ്ചയാണ്, പലർക്കും ബുദ്ധിമുട്ടാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ തുലാൻ രാശിയാണ്. വ്യാപാരം, കച്ചവടം, ഇതിനൊക്കെ ചോതി നക്ഷത്രം ബഹുവിശേഷമാണെന്നറിയുക. നാളെ ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്കൊക്കെ തന്നെ നാളത്തെ ദിനം വളരെ നല്ലതാണെന്ന് അറിയണം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 9:39 മുതൽ 12 മണി വരെയുള്ള സമയം വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും നീക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക, മേൽപ്പറഞ്ഞ പ്രാർത്ഥനകൾ ചെയ്യുക. എല്ലാം അനുകൂലമായി വരട്ടെ. നന്ദി, നമസ്കാരം.